ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെസി ബ്ലോഗ്സ്. എല്ലാവർക്കും വിക്രമിൻ്റെ വേദയുടെയും മറ്റൊരു അടിപൊളി എപ്പിസോഡിൻ്റെ പ്രോമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രോമോയുടെ തുടക്കം തന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്രമും വേദയും അതുപോലെ തന്നെ കുടുംബാംഗങ്ങളെല്ലാവരും കൂടി ചേർന്നിട്ട് ഡൈനിങ് ടേബിൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ടൈമിൽ വിക്രം പോകേണ്ട കാര്യം സംസാരിക്കുകയാണ്. ഭക്ഷണം കഴിച്ചത് ഞങ്ങൾ ഇറങ്ങുമെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടതും നമ്മുടെ മുത്തശ്ശി പറയാണ്, അതായത് വേദയുടെ അച്ഛമ്മ പറയാണ്, അയ്യോ അങ്ങനെ പറ്റില്ല, പൂജ ചെയ്യുന്ന ദിവസം നിങ്ങളിവിടെ താമസിക്കണമെന്ന പൂജാരി പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ ഇന്ന് ഇവിടുന്ന് പോകാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അയ്യോ അത് കുഴപ്പമില്ല, ഞങ്ങൾ ഇങ്ങോട്ട് വന്നില്ലേ, ചടങ്ങുകളൊക്കെ നല്ലതുപോലെ കഴിയുകയും ചെയ്തു, വിഗ്രഹവും ഇവിടെ വെച്ചിട്ടുണ്ട്, പിന്നെ ഇപ്പം എന്താ കുഴപ്പം, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ പോയിട്ട് വിഗ്രഹം എടുക്കാൻ വേണമെങ്കിൽ നാളെ വരാമെന്ന് പറയുന്നുണ്ട്. പറ്റില്ല, വിഗ്രഹം ഇവിടെ വെച്ച ദിവസം നിങ്ങൾ ഇവിടെ താമസിക്കണമെന്നാണ് പൂജാരി പ്രത്യേകം പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തെങ്കിലും ദോഷം ഉണ്ടാവും, അതുകൊണ്ട് എന്തായാലും പോകാൻ പാടില്ല, ഇവിടെ ഇരുന്നേ പറ്റുള്ളൂ, എന്താണ് ഇരിക്കുന്നതിൽ വല്ല പ്രയാസമോ ബുദ്ധിമുട്ടോ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുത്തശ്ശി, അതായത് വിക്രമിൻ്റെ മുത്തശ്ശി പറയാണ്, ഇല്ല ഒരു പ്രശ്നവുമില്ല, എല്ലാം അതിൻ്റെ ആചാരപ്രകാരം തന്നെ നടക്കണം, അത് തന്നെയാണല്ലോ അതിൻ്റെ ശരി, ഞങ്ങളെല്ലാവരും മാത്രം പോകാം, അതായത് വിക്രമും വേദിയും മാത്രം ഇവിടെ ഇരുന്നോട്ടെ, നാളേക്ക് വിഗ്രഹമായിട്ട് അവർ രണ്ടാളെയും വിട്ടാക്കിയാൽ മതി, ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ച് ഞങ്ങളെല്ലാവരും ഇറങ്ങാം, അവരോട് ഇരുന്നോട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശരി എന്ന തീരുമാനത്തിലെത്തുകയാണ്. അപ്പോൾ സുധാകരൻ വിക്രമിനോട് ശരി, നിങ്ങളിന്ന് ഇരുന്നിട്ട് നാളെ വരാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അച്ചമ്മയും അതോടൊപ്പം തന്നെ ഇവരെല്ലാവരും പോകാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു ടൈമിൽ മേലെ വന്നിട്ട് നമ്മുടെ വർഷയും ശ്രീകാന്തും നന്ദിനിയും കൂടെ മറ്റേതോ ഒരു ഗൂഢാലോചനയിലാണ്. അവിടെ വർഷ പറയാണ്, നന്ദിനി ഇനി ഇന്ന് പോകണ്ട, നീ ഇവിടെ ഇരിക്കണമെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ, നാളെ ഇവിടുന്ന് ചടങ്ങ് കഴിഞ്ഞ് പുറത്തേക്ക് പോകുന്ന സമയത്ത് മൊത്തം പ്രശ്നങ്ങളായിട്ടേ പോകാൻ പറ്റുള്ളൂ, ഒരു കാരണവശാലും ഇവരെല്ലാവരും ഒത്തുചേരരുത് എന്ന് പറയാണ് കേട്ടോ. നന്ദിനിക്കാണെങ്കിൽ വേദ തൻ്റെ വീട്ടിലേക്ക് വരുന്നതേ ഇഷ്ടമല്ലല്ലോ, വേദയെ ഇവിടെ തന്നെ ഇരുത്തണം എന്നുള്ള പ്ലാൻ ഉള്ളതുകൊണ്ട് അവളും ശരി എന്താ ചെയ്യേണ്ടത്, എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പറയാം, വേറൊന്നുമല്ല, എൻ്റെ കുട്ടിയുടെ സ്വർണം കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു പഴി വിക്രമിൻ്റെ മേലെ ഇടുന്നത് പോലെ സംസാരിക്കാം. ശ്രീകാന്ത് സംസാരിക്കുമ്പോൾ എന്തായാലും വിക്രം മിണ്ടാതിരിക്കില്ല, അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് എന്തെങ്കിലും വഴക്കാവും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതാണ് പ്ലാൻ എന്നും പറയുന്നുണ്ട്. ശരി, ഏതായാലും കുഴപ്പമില്ല, ഞാനും ഇവിടെ തന്നെ നിൽക്കാൻ വേദയുടെ കൂടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നന്ദിനി പറയുന്നുണ്ട്. അങ്ങനെ അച്ചമ്മയും മറ്റു കുടുംബാംഗങ്ങളായ ശ്രീജയും കമലയും എല്ലാവരും അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ നന്ദിനി പറയുന്നുണ്ട്, അമ്മേ ഞാൻ ഇവിടെ ഒരു ദിവസം ഇരുന്നോട്ടെ, എനിക്കിവിടെ നല്ല ഇഷ്ടമായി, മാത്രമല്ല വർഷയും അതുപോലെ തന്നെ ദീപ്തിയൊക്കെ എന്നോട് ഇരിക്കാൻ പറയുന്നുണ്ട്, ഞാൻ ഇവിടെ ഇരുന്നോട്ടെ എന്ന് പറയണം. അപ്പോൾ ഈ ഒരു ടൈമിൽ വേദയും പറയും, അതിനെന്താ നന്ദിനിയുടെ ഇഷ്ടമായെങ്കിൽ നന്ദിനിയെടുത്തിരുന്നു, നമുക്ക് നാളെ രണ്ടാൾക്കും ഒരുമിച്ച് പോകാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശരി ഞാനിവിടെ ഇരുന്നോളാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കമലാമ്മയും സുധാകരനും ശരി എന്നിട്ട് സമ്മതിക്കുന്നുണ്ട് കേട്ടോ. ശേഷം അവർ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് നമ്മുടെ സുധാകരൻ മാഷ് വേദിയോടും കുടുംബാംഗങ്ങളോടും എല്ലാവരും യാത്ര പറഞ്ഞ് പോകാൻ നിൽക്കുകയാണ്. ഈ ഒരു ടൈമിൽ വിക്രമിനോടായിട്ട് വിക്രം ഞങ്ങളിന്ന് ഇറങ്ങട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് കേട്ടിട്ട് വിക്രം ആകെ ഷോക്കാവാണ്. കാരണം തന്നെയും ഒരു മനുഷ്യനായി പരിഗണിച്ച് അച്ഛൻ ഇറങ്ങട്ടെ എന്നൊക്കെ ചോദിക്കുക എന്ന് പറഞ്ഞാൽ, കാരണം സ്വാഭാവികമായിട്ടും വിക്രമും അച്ഛനും അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ആണല്ലോ ഉള്ളത്. അതുകൊണ്ട് തന്നെ വിക്രം വളരെയധികം ഷോക്കാവുന്നുണ്ട്. വേദയ്ക്കാണെങ്കിൽ വളരെയധികം സന്തോഷമാകുന്നുണ്ട് വിക്രമിനോട് അച്ഛന് യാത്ര പറയുന്നത് കേട്ടിട്ട് കേട്ടോ. ശേഷം അങ്ങനെ എല്ലാവരും പോകുന്നുണ്ട്. അതിന് ശേഷം വിക്രമിനോടായിട്ട് നമ്മുടെ വേദ പറയാണ്, എന്താണ് അച്ഛൻ നിങ്ങളോട് യാത്ര ചോദിച്ചപ്പോൾ നിങ്ങൾ പഴയ കാലത്തിലേക്ക് പോയോ, പഴയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ടോ, നിങ്ങൾക്ക് പഴയ വിക്രമിനെ കാണാൻ സാധിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ വിക്രം ചിരിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മുടെ ശങ്കരൻ നാരായണൻ സുധാകരനോടായിട്ട് പറയുന്നുണ്ട്, നിൽക്ക് ഒരു മിനിറ്റ് മാഷി എന്ന് പറഞ്ഞിട്ട് നിൽക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ അവരുണ്ടാളും വേറെ എന്തോ ഒരു കോൺവെർസേഷൻ നടക്കാൻ പോകുന്നുണ്ട്. സോ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം കൂടുതൽ എപ്പിസോഡിനായിട്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.